ജാതകഭംഗയോഗം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ദോഷമാണ്. അപ്പോൾ ആ ദോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. എല്ലാ കാര്യത്തിനും, ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം മാത്രമാണ്. എത്രയൊക്കെ നേർച്ചകൾ നടത്തിയാലും, എത്രയൊക്കെ പ്രാർത്ഥനകൾ നടത്തിയാലും, എത്രയൊക്കെ വഴിപാട് നടത്തിയാലും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകാനായിട്ട് ഭയങ്കര പാടാണ്. ഈ ജാതകത്തിനകത്ത് ജാതകഭംഗയോഗം ഉണ്ടെങ്കിൽ അതിന് ഒരു നിയമമുണ്ട്. അതായത് രാജശ്രേഷ്ഠ കുലാഗ്രജോപി വിഗത ശ്രീപുത്രധാരാശന എന്നാ പറയുന്നത്. രാജശ്രേഷ്ഠ കുലത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ഐശ്വര്യവും സന്താനങ്ങളും സമ്പത്തും ഇതൊന്നും അനുഭവിക്കാൻ, അതുപോലെ അന്നം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള യോഗം ഉണ്ടാവില്ല. ഇനി എത്രയൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിലും അതിനൊരു അനുഭവ യോഗം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ചെയ്യണം. അതിനോടൊപ്പം സൂര്യനെയും പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ ഈ ജാതകഭംഗയോഗത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ജാതകഭംഗയോഗം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ നോക്കി അതിന് വേണ്ട പരിഹാരം ചെയ്യേണ്ടത്.